അപ്പോൾ എല്ലാ കൂട്ടർക്കും CF ടച്ച് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ബൈക്കിൻ്റെ പ്രോബ്ലം ആയിട്ടാണ്. കാരണം നമ്മുടെ ഈ 150 220 ഒക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം സെൽഫ് ന്യൂട്രൽ മാത്രം സെൽഫ് അടിയുന്നൊരു പ്രശ്നം. അപ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ടാൽ പിന്നെ വണ്ടി സെൽഫ് അടിയില്ല. അപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 150 തന്നെ നമുക്കൊന്ന് ചെക്കിന് ഉപയോഗിക്കാം ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ഇട്ടപ്പോൾ വണ്ടി ചാട്ടാവുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് ഗിയറിൽ ഇടുമ്പോൾ വണ്ടി സെൽഫ് അടിയുന്നില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാറ്ററിയുടെ ആ സൈഡ് ഡപ്പ ഊരിയിട്ട് അവിടെ ഒരു ചെറിയൊരു സെൽഫ് അടിയുന്നില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് മോട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു മോട്ടർ ഉണ്ടാകും. ആ രണ്ട് ഷോർട്ടാക്കിയാൽ നമ്മളെ മോട്ടർ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പിക്കാം നമ്മളെ സ്വിച്ചിനാണ് കംപ്ലൈൻറ്റോ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം. സെൽഫ് അടിയുന്നുണ്ടെങ്കിൽ. സെൽഫ് അടിയുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ സെൽഫ് മോട്ടറിനാണ് ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെ അടിയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കംപ്ലൈൻ്റ് ഇല്ല, സ്വിച്ച് മാറ്റി കൊടുക്കുക. പിന്നെ സെൽഫ് അടിയാതെ ന്യൂട്രൽ അടിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ വലത്തെ ഭാഗത്തെ നമ്മളെ ക്ലച്ച് ഗിയറിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ചെറിയൊരു 2 സ്ക്രൂ അഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് അവിടെ രണ്ടും അയച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടാവും. ഫസ്റ്റ് നമുക്കൊന്ന് ഫുള്ളൊന്ന് അഴിച്ച് എടുക്കാം ഇങ്ങോട്ട്. അപ്പോൾ നമ്മളിത് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഗ്രീസ് കുടുങ്ങിയിട്ട് ഇതിൽ നമുക്ക് ഇതിലത്തെ 12 വാട്ട്സ് അതിലേക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു മോട്ടർ ന്യൂട്രൽ വർക്ക് ചെയ്യാത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ഡപ്പ നിങ്ങൾ ഊരുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഊരണം. കാരണം ഇതിൻ്റെ സൈഡത്തെ 2 ലോക്കാണ്. ആ ലോക്ക് പൊട്ടിയാൽ പിന്നെ നമുക്ക് ആ ലോക്ക് ഇടാൻ വയ്ക്കില്ല, കുറച്ച് ടാസ്ക് കാരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെറിയൊരു മൈനസ് ഉപയോഗിച്ചിട്ട് ഒന്ന് തോണ്ടിയെടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം ചെറിയൊരു 2 പോയിൻ്റ് ഇരുമ്പിൻ്റെ. ആ 2 പോയിൻ്റ് തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരസി പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ വെച്ച് തുറച്ചാൽ അത് മാത്രമേ അവിടെ തുരുമ്പ് പിടിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളെ കയ്യിലുള്ള ടെസ്റ്ററോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് വരുതി കൊടുക്കുക. അവിടെ ഒന്ന് വോൾട്ടേജ് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ തുരുമ്പ് ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ അതേമാതിരി ഒന്ന് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ. പിന്നത്തെ ഒന്ന് പറയാനുള്ളത്, ഈ ക്ലച്ച് പറഞ്ഞാൽ ക്ലച്ചിൽ ഒരു പുള്ളിയാണ്. ഇതിങ്ങനെ നീക്കി കൊടുത്താൽ കണ്ടോ, നിങ്ങൾക്ക് ഇത് നീക്കി കൊടുക്കുമ്പോൾ മാത്രമേ ചാട്ടാവുള്ളൂ. ഇതൊരു പോയിൻ്റിൽ നിന്ന് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു സാധനം ഷോർട്ടാവുക. അപ്പോൾ നമ്മൾ ഈ ക്ലച്ച് പിടിക്കുന്നതനുസരിച്ച് ഈ സാധനം ഇങ്ങനെ നീങ്ങി വരും. അപ്പോൾ ഞങ്ങൾ ക്ലച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സെൽഫ് അടിയില്ല. കാരണം ഈ ക്ലച്ചാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കൊടുക്കുക. ക്ലച്ച് ലൂസാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ കാണുന്ന സാധനം നീങ്ങൂല. അവിടെ ഒരു ചെറിയൊരു നീക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു പോയിന്റിലേക്ക് ഈ ക്ലച്ച് പിടിക്കുമ്പോൾ മാത്രമാണ് സെൽഫ് അടിയുള്ളൂ. കാരണം നിങ്ങൾ ഫുൾ ക്ലച്ച് പിടിച്ചാൽ മാത്രമേ സെൽഫ് അടിയുള്ളൂ. ഇനി ഞങ്ങളൊക്കെ സെൽഫ് അടിയുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഒന്ന് ക്ലച്ച് പോയിക്കാണ്ട് നിങ്ങളൊന്ന് മുറുക്കി കൊടുക്കാൻ നോക്കുക. കാരണം ക്ലച്ച് പച്ച ലൂസാണെങ്കിൽ നിങ്ങൾ ക്ലച്ച് പിടിക്കുന്നത് അതൊന്ന് ഫുൾ ടൈറ്റാക്കി കൊടുത്താൽ നിങ്ങൾ വണ്ടി ചിലപ്പോൾ സെൽഫ് ചാട്ടാവും. കാരണം നിങ്ങൾ ഇത് വലിയ സർവീസ് സെൻ്ററിലൊന്ന് കൊണ്ടു കൊടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ചെറിയൊരു ക്യാഷൊക്കെ അവർ മേടിക്കും. ഇങ്ങനെ അങ്ങനെ കുഴപ്പമില്ല പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വണ്ടി നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. ന്യൂട്രലല്ല, ഫസ്റ്റ് ഗിയറിലാണ് നമ്മളത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മളിവിടെ വണ്ടി സ്റ്റാർട്ടാക്കും. വണ്ടി ആ ഒരു പോയിന്റിലൊന്ന് കംപ്ലൈൻറ്റ് കാണില്ല. നമ്മൾ കംപ്ലൈൻറ്റ് അറിഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു പോയിന്റിൽ നമുക്കൊരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ അല്ല കുഴപ്പം. നമ്മൾ ക്ലച്ച് പിടിക്കുന്നത് നമ്മൾ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആ ഒരു എൻഡിലായിരുന്നു നമ്മളെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ക്ലച്ച് ലൂസിലോടുത്തുനിന്ന് നമ്മൾ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലച്ച് ലൂസാണെങ്കിൽ നിങ്ങൾ ക്ലച്ച് നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക. ഒരു കുറച്ച് മൂവ്മെൻറ്റിലാക്കി കൊടുക്കുക. കുറച്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് വലിവില്ല മാരിക്കാക്കി കൊടുക്കുക. പക്ഷേ ലൂസാക്കുമ്പോൾ സുഖമാണ്. കാരണം ക്ലച്ച് പിടിച്ച് ചെറിയൊരു ക്ലച്ചിൽ നമുക്ക് ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി പോകും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെൽഫ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ലച്ച് ഒന്ന് കൂട്ടി വെക്കുക. അല്ലാതെ നിങ്ങൾ വല്ല സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കുത്തി കഴിച്ച് മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് പറഞ്ഞ് കുത്തിറക്കണ്ട. അപ്പം ആ ഒരു പ്രശ്നമൊന്നും ആവില്ല. ഈ ഒരു ചെറിയൊരു ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.